ഫൺ ഫാലിമിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രിവാൻഡ്രത്ത് കരമനയിലാണ് ഞാൻ ഇരിക്കുന്നത്, ലക്ഷ്മി ചേച്ചിയുടെ വീട്ടിൽ. ലക്ഷ്മി ചേച്ചി വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരെയും കണ്ടു, ഭയങ്കര വെൽക്കമിംഗ് ആയിട്ട് ഞാനിവിടെ വന്നിരിക്കുന്നത്. സോ ബൈ ദ ബൈ, ചേച്ചി എന്തായിരുന്നു ഇവരോട് പറഞ്ഞത്? ആക്ച്വലി ഇവർക്ക് ആർക്കും അറിയില്ല, ഞങ്ങൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് മാത്രം എനിക്ക് അറിയാം. പക്ഷെ അറിയാം, പക്ഷെ ഒന്നും പറഞ്ഞില്ല എന്തായിരിക്കും എന്നൊന്നും, ജസ്റ്റ് ഡിസ്ക്ലോസ് ഒന്നും ചെയ്തിട്ടില്ല. സോ അവരും ഈക്വലി എക്സൈറ്റഡ് ആയിരുന്നു, വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ, എന്ത് വെച്ച് പെട്ടെന്ന് അമ്മ എല്ലാം ഗേറ്റ് ഒക്കെ തുറക്കുന്നു, എല്ലാം റെഡിയാക്കി വെക്കുന്നു, എന്താ ആരാ വരുന്നതെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു സർപ്രൈസ് ഉണ്ടെന്ന് മാത്രം പറഞ്ഞ് നിർത്തിയിരിക്കുവായിരുന്നു. ഓക്കെ. ഹായ് ചേട്ടാ. പരിപാടി എന്താന്ന് ചേട്ടന് മനസ്സിലായോ? എനിക്കുള്ള പരിപാടിയാണോ എന്നുള്ളത് എനിക്കൊരു സംശയം ഇല്ലാതെയില്ല, പക്ഷേ എനിക്ക് അറിയത്തില്ലായിരുന്നു. ചേട്ടനെയാണോ കുറച്ച് കൂടുതൽ ഒരുക്കിയത്, അപ്പോഴാണ് സംശയം തോന്നിയത്? അതെ, രാവിലെ മുതലേ എനിക്ക് ഇച്ചിരി ടച്ചപ്പ് കൂടുതലാണ് ഇവിടെ നിന്ന്. അപ്പൊ അത് കാരണം കൊണ്ട് എനിക്കത് ഒരു ഡൗട്ട് അടിച്ച് തുടങ്ങി. പക്ഷെ നിങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് സന്തോഷം. ഓക്കെ, പണി കറങ്ങി തിരിഞ്ഞ് എന്റെ തലയിലോട്ടാണോ വരുന്നത്? സോ ചേട്ടാ, നമ്മൾ ഫൺ ഫാലിമി എന്ന് പറഞ്ഞൊരു ഷോയിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വൈഫ് കോണ്ടാക്ട് ചെയ്യുന്നു ഹസ്ബൻഡിന് ഇട്ടൊരു പണി കൊടുക്കാൻ. അതിനുവേണ്ടിയാണ് പുള്ളിക്കാരി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്ത് ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. സോ ബിഫോർ ദാറ്റ് എല്ലാരെയും നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ? ഓക്കെ, ലക്ഷ്മി ചേച്ചി, പേര് എനിക്കറിയാം. ചേച്ചി എന്താണ് ചെയ്യുന്നത്? ഞാൻ ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയിൽ ബ്രാഞ്ച് മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. പാപ്പനംകോട് ബ്രാഞ്ച് ഇൻചാർജ് ആണ്. അതെൻ്റെ ഹസ്ബൻഡ് ഹരീഷ് ധനലക്ഷ്മി ബാങ്കിൽ ബ്രാഞ്ച് മാനേജറാണ്. എൻ്റെ അമ്മ മാലതി, അമ്മ റിട്ടയർഡ് ആണ്, യുണൈറ്റഡ് ഇന്ത്യയിൽ നിന്നാണ് റിട്ടയർഡ് ആയിരിക്കുന്നത്. മൂത്ത മകൾ ജിയ ഹരീഷ് 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്, ആര്യ സെൻട്രൽ സ്കൂളിലാണ് പഠിക്കുന്നത്. എൻ്റെ ഇളയ മോളാണ് ജാൻവി ഹരീഷ്, ആള് 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. രണ്ടുപേരും ഒരേ സ്കൂൾ, ആര്യ സെൻട്രൽ സ്കൂളിലാണ് പഠിക്കുന്നത്. രണ്ടുപേരും ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്. രണ്ടുപേരും ഭയങ്കര ചിരിച്ച് ഭയങ്കര പ്ലസന്റ് ആയിട്ട് അച്ഛന് പണി കൊടുക്കാനാന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മൂത്ത മോള് നന്നായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. ഇഷ്ടായി തോന്നല്ലേ അച്ഛനിട്ടൊരു പണി. നിങ്ങൾ രണ്ടുപേരും വർക്കിംഗ് ആയത് കാരണം എനിക്ക് തോന്നുന്നു കുറെ കൂടി വീട് മാനേജ് ചെയ്യുന്ന അമ്മയായിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ടാസ്ക് കൊടുക്കണമല്ലോ, അതായത് ചേട്ടനെ കൊണ്ട് ഒരു പണി ചെയ്യിപ്പിക്കണമല്ലോ. ചേട്ടൻ എങ്ങനെ പൊതുവെ അടുക്കളയിലൊക്കെ കയറുവോ? കൊടുത്താ കഴിക്കും, അതാണ് ഇഷ്ടം. ഇതുവരെ ഒന്നും കുക്ക് ചെയ്തിട്ടില്ല? ചെബടായി വിടും വൈഫിനോട്. നാഗർകോവിൽ ഇന്ന് ഉപ്മാവ് ഉണ്ടാക്കി, ബ്രെഡ് റോസ്റ്റ് ചെയ്തു, ഓംലെറ്റ് ഉണ്ടാക്കി എന്നൊക്കെ പറയും. അപ്പൊ പറയും ഒരു ദിവസം ഞങ്ങൾ വരാൻ കഴിക്കാനായിട്ടെന്ന്. പോയിട്ടുമില്ല, കഴിച്ച് കണ്ടിട്ടും. ശരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടോ ചേട്ടാ? അയ്യോ, വളരെ കൂളായിട്ട് പറയുന്നില്ല. അപ്പൊ ഇവരോട് കള്ളം പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നോ? ബേസിക് ആയിട്ട് സർവൈവ് ചെയ്യാനുള്ളത്, പിന്നെ ജീവിക്കാനുള്ളത് കയ്യിലുണ്ട്. ചേച്ചി, നമ്മൾ എന്ത് പണി കൊടുക്കും? അമ്മ ഒന്ന് ആലോചിക്കുക, എന്താ ഇപ്പൊ ചേട്ടന് കുക്ക് ചെയ്യാൻ കൊടുത്താൽ മതിയോ? കുക്ക് ചെയ്യാൻ കൊടുക്കാം അല്ലേ? അതെ, നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. ഇത്രയും ദിവസം നമ്മൾ കഴിച്ചിട്ടില്ലല്ലോ, ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇപ്പൊ കണ്ണിന് മുമ്പേ കാണാമല്ലോ എന്താ ചെയ്യുന്നത്. എല്ലാരും റെഡി ആയിട്ടിരിക്കും കേട്ടോ. അമ്മയൊക്കെ ഫുൾ ഓണം. പുറത്ത് വരിക. ചേട്ടൻ ഇതുങ്ങളായിരുന്നു ഇത്രയും കാലം എന്റെ കൂടെ ഉണ്ടായിരുന്നേ. പറ അമ്മ, എന്ത് കൊടുക്കും നമ്മള്? ഉപ്മാവ് കൊടുക്കാം, എളുപ്പമല്ലേ? ഒന്നുമില്ലല്ലോ. അല്ല, പാടുവാണ് എന്നാ എളുപ്പമാണ്. പക്ഷെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ എങ്ങനെയാണെന്നറിയോ? ചേട്ടനൊരു ഏകദേശം ഐഡിയ ഉണ്ടെങ്കിൽ പറ. കാരണം അവിടെ ഇവരാരും വരില്ല, നമ്മൾ രണ്ടും അവിടെ പോകുന്നത്. എനിക്കും അറിയത്തില്ല ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ എനിക്ക് സഹായിച്ചൂടാ, സഹായിക്കാൻ ആരെങ്കിലും ഒരാളും ഇല്ല. അതുകൊണ്ട് കറക്റ്റ് ചോദിച്ചിട്ട് വെക്കും ഇവിടുന്ന്. ചേട്ടൻ അറിയാവുന്ന ഒന്ന് പറ, അപ്പം അമ്മ ആഡ് ചെയ്യും. റവ എവിടെ ഇരിക്കുന്നു ആദ്യം അമ്മയെങ്കിൽ അവിടെ തൊട്ടൊന്ന് പറഞ്ഞു കൊടുക്കും. റവ എവിടെ അമ്മ ഇരിക്കുന്നത്, ആഡ് ചെയ്യാൻ വന്നത്. റവ എവിടെ അമ്മ ഇരിക്കുന്നത്? അലമാരിന്റെ റൈറ്റ് സൈഡില് പീഡിയാഷുവർ ബോട്ടില് അതെടുക്കുക. അതിന്റെ അളവ് ഗ്ലാസ് താഴെ. പിന്നെ താഴെ തന്നെ ഫ്രൈയിങ് പാൻ ഉണ്ട്, അതെടുത്തോ. കടായി എടുത്തോ, അതാണ് എളുപ്പം. പിന്നെ നെയ്യുണ്ട്. അളവിന്റെ ഗ്ലാസും താഴെയുണ്ട്. അരി എടുക്കുന്ന പാത്രത്തിന്റെ മുകളിലുണ്ട്. അതിന് 1 ഗ്ലാസ് 3 ഗ്ലാസ് വെള്ളം. അപ്പൊ ആദ്യം എണ്ണ അവിടെ തന്നെ ഉണ്ട്, ചെറിയ ബോട്ടില്. എണ്ണ ഒഴിക്കാം. ഞാൻ ഹെൽപ്പ് ചെയ്യാൻ നിന്നോട്ടെ അടുക്കളയിൽ. വേണം, എന്ത് സ്നേഹമല്ലേ, പാവമല്ലേ പിള്ളേര്, ഇവരൊക്കെ കളിയാക്കില്ലേ? പക്ഷെ അങ്ങനെ നിന്നൂടാ, നമ്മൾ ഞെട്ടിക്കും അല്ലേ ചേട്ടാ? ഞെട്ടിക്കും. കറിവേപ്പില ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക. സവാള അപ്പുറത്ത്, പച്ചമുളകും ഫ്രിഡ്ജിൽ. ചെറിയ ഉള്ളിയാ വേണ്ട, സവാള എടുത്താൽ. അതും കൂടെ തൊലിച്ചാൽ കണ്ണീന്ന് വെള്ളം വരുമോ? സവാള എടുത്തോ, അത് അപ്പുറത്തുണ്ട്. പിന്നെ കറിവേപ്പില, കടുക്, എണ്ണയൊക്കെ അവിടെ തന്നെ ഉണ്ട്, ബോട്ടിലുണ്ട്. ബാക്കി എങ്ങനെയാന്ന് പറഞ്ഞു കൊടുത്തോ? കടുക് പൊട്ടിച്ചിട്ട് എണ്ണ ഒഴിച്ച് സവാളയും പച്ചമുളകും ഇടുക, കറിവേപ്പില ഇടുക. അതിൽ തന്നെ ഏതിടണം?
റവ റവ ഇടണം. റവയിട്ട് അത് കുറച്ച് മൂക്കുമ്പോഴത്തേക്ക് ഗ്യാസിൽ വേറൊരു സ്ഥലത്ത് 3 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെക്കുക. എന്നിട്ട് സ്റ്റൗ ഓഫാക്കിയിട്ട് ഈ വെള്ളം റവ ചൂടാക്കിയതിലേക്ക് ഒഴിക്കുക. വേറൊന്നും വേണ്ട. മെല്ലെ ഇതാക്കിയ ശേഷം സ്റ്റൗ ഓൺ ചെയ്യുക. ഇളക്കുക. ഒരു ഗ്ലാസ്സിന് 3 ഗ്ലാസ് തവ വെച്ചിട്ട് ഇളക്കുക. 1 ഗ്ലാസ്സിന് 3 ഗ്ലാസ്. ഉപ്പ് കുറച്ച്, അത് എന്താ അളവ് പറയും, 1 സ്പൂൺ ഇട്ടോ. നമ്മുടെ ഉപ്പിൻ്റെ അതിലിട്ടിരിക്കുന്നതിന് 1 സ്പൂൺ ഇട്ടോ. ശരി, എല്ലാം തേടി കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ 4 പേരും ഇവിടെ റെസ്റ്റ് ചെയ്യും. ഞങ്ങൾ 2 പേരും കൂടെ കിച്ചണിൽ പോവാം. ഉപ്പുമാവ് ഉണ്ടാക്കാം, വരാം, ടേസ്റ്റ് ചെയ്യാം. ട്രഷർ ഹണ്ട് ബിഗിൻസ്. ആദ്യം എന്താ വേണ്ടത്? റവ. യെസ്, റവ അന്വേഷിക്കാം. അതെ, നമ്മളോട് റൈറ്റിലായിരുന്നു ലെഫ്റ്റിലായിരുന്നു? ഇവിടെ റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ? ഇതാ എവിടെയാണെങ്കിൽ ഇവിടെ തന്നെ എവിടെയോ ഉണ്ടാവുക. ആ, ഒരുപോലെ ഇരിക്കുന്ന 4 കുപ്പികൾ. അതെ. അല്ല അല്ല, ഓ, കുലുക്കി നോക്കിയൊക്കെ കണ്ടുപിടിച്ചല്ലേ? കുലുങ്ങുന്നില്ല. ആ, അപ്പൊ ഒട്ടും ആയിരിക്കത്തില്ല. അല്ല. യെസ്. യെസ്, ഇങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് വെച്ചേക്കാം. ഇനി അടുത്തത് പാത്രം. എന്തൊക്കെയാണ് പച്ചക്കറികൾ അതിനകത്ത് ഇടാൻ? ഉള്ളി വേണം, കരിവേപ്പില വേണം, കടുക് പൊട്ടിക്കണം. ഇഞ്ചി വേണ്ടായോ? ഇഞ്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അമ്മ? ഇഞ്ചി വേണ്ട. വേണ്ട, ഞാൻ കഴിക്കത്തില്ല. കഴിക്കത്തില്ല. നമ്മൾ ഉണ്ടാക്കുകയാണല്ലോ, അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനെ ഉണ്ടാക്കുകയുള്ളൂ. കരിവേപ്പില, കടുക്, ഉള്ളി, പിന്നെ പൊട്ടിച്ചിട്ട് ബാക്കി പരിപാടിയൊക്കെ ഈ ഉള്ളി അരി. ചേട്ടാ, എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു സാധനം വിട്ടുപോയിന്ന്. പച്ചമുളക് വേണ്ടായോ? വേണം. ആ, അതോ ഇനി അതും ഇഷ്ടമല്ലാത്തത് കാരണം ആഡ് ചെയ്യാത്തതാണോ? ഇല്ല, കരിവേപ്പിലയും പച്ചമുളകും ഫ്രിഡ്ജിനകത്തേ വെക്കാറുള്ളൂ. സാധാരണ നമുക്ക് അവിടെ നിന്ന് എടുക്കാം. അവിടെ നിന്ന് എടുക്കാം. ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് കുറേ ഞാൻ കണ്ടു ഫ്രിഡ്ജിൽ. അതെ. ഇത് നിങ്ങൾ ട്രാവൽ ചെയ്ത സ്ഥലങ്ങളാ? അതെ, ഞാനും പുള്ളിക്കാരിയായിട്ട് ട്രാവൽ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള കളക്ഷനാണ്. ഓ, ഓക്കെ ഓക്കെ. മക്കളെ കൊണ്ടുപോയില്ല? വരാറുണ്ട്. അപ്പൊ അവരുമായിട്ട് ജോയിൻ ചെയ്ത് ട്രാവൽ ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ അങ്ങനെ തന്നെയേ പോവാറുള്ളൂ. ചില സ്ഥലങ്ങളിൽ അവരെ ഞങ്ങൾക്ക് കൂട്ടാൻ പറ്റിയിട്ടില്ല. അത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ലഡാക്ക് പോയായിരുന്നു. ഓക്കെ. അപ്പൊ അത് ബുള്ളറ്റ് റൈഡ് ആയിരുന്നു. അപ്പൊ അവരുടെ ഏജിന് അവർക്ക് അത് പറ്റില്ല. അപ്പൊ പില്യൻ റൈഡർ ആയിട്ട് എനിക്ക് പുള്ളിക്കാരിയെ മാത്രമേ കൊണ്ടുപോകാൻ സാധിച്ചുള്ളൂ. അപ്പൊ നിങ്ങളുടെ മെയിൻ ഹോബീസ് ട്രാവലിംഗ് ആണോ രണ്ടുപേരുടെയും? ആളുടെ മെയിൻ ഹോബി എന്ന് പറയുന്നത് ട്രാവലിംഗ് ആണ് പുള്ളിക്കാരിയുടെ. എനിക്കും താല്പര്യം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ എനിക്ക് ഈ പറയുന്ന ഒരു പെറ്റ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചധികം കമ്മിറ്റ്മെന്റ് ഇവിടെ ഉണ്ട്. ഇവിടെ എന്തൊക്കെയുണ്ട്? ഇവിടെ ഇപ്പോ ഡോഗ് ഉണ്ട്, ഫിഷ് ഉണ്ട്, ലവ് ബേർഡ്സ് ഉണ്ട്, ഒരു ടർട്ടിൽ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഉള്ളത് കാരണം നമുക്ക് ഒരുപാട് ദിവസം മാറി നിൽക്കാൻ എനിക്ക് തോന്നാറില്ല. പക്ഷെ എന്നാലും ഞാൻ പോകാറുണ്ട്. പുള്ളിക്കാരിയുടെ ഒരു ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറയുന്നത് ട്രാവലാ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കൂടെ ജോയിൻ ചെയ്യും. ഞാൻ ജോയിൻ ചെയ്യാറുണ്ട്. അപ്പൊ ലഡാക്ക് പോയപ്പോ പെറ്റ്സിനെയൊക്കെ എന്തോ ചെയ്തു ചേട്ടാ? ആരെ ഏൽപ്പിച്ചു? അമ്മ ഉണ്ടല്ലോ. അയ്യോ, വേറെ ഡ്യൂട്ടി ആയി കാണോ? അതെ, അമ്മയാണല്ലോ. പിള്ളേരെയും പെറ്റ്സിനെയും ഒക്കെ കംപ്ലീറ്റ് നോക്കുന്നത് അമ്മ തന്നെയാ. ഏതാ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഒരു സൂപ്പർ ഗാർഡിയൻ ലെവലാ. പിന്നെ ഈ പറയുന്ന മാതിരി ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. കറക്റ്റ് അമ്മ പറഞ്ഞതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിൽ റവ ഉണ്ടാക്കാനുള്ള ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ളതും ഇപ്പുറത്തെ സൈഡിൽ വെള്ളം തിളപ്പിക്കാനും വെച്ചു. ഭയങ്കര ഒബീഡിയന്റ് ആയിട്ടുള്ള മോനാണല്ലേ. പറഞ്ഞത് അക്ഷരം പ്രതി അതുപോലെ പാലിച്ചു, അപ്പുറത്തും ഇപ്പുറത്തും വെച്ചു. ഓപ്ഷൻ ഇല്ലല്ലോ. ക്ലിയർ ആയിട്ട് നന്നായിട്ട് വന്നില്ലെങ്കിലേ അമ്മയോട് തന്നെ ചോദിക്കാമല്ലോ, വന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ചെയ്തു, പക്ഷെ വന്നില്ല എന്ന്. ചേട്ടാ, അവിടെ എല്ലാരും കണ്ടോണ്ടിരിപ്പുണ്ട് കേട്ടോ. ചേച്ചിയും മക്കളും അമ്മയും. അല്ല, അവർക്കൊരു തമാശയാണല്ലോ ഒരു മനുഷ്യൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്.
കാണുമ്പോ അവർക്കൊരു ഒരു തമാശ. ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നോക്കിയിരിപ്പുണ്ട്. അതെ, മക്കൾ എത്തിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ചേട്ടാ. റവയുടെ അളവ് അതാണ് ചേട്ടാ ക്രൂഷ്യൽ സ്റ്റേജ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. ചേട്ടാ നമ്മൾ ഉപ്പിട്ടായിരുന്നോ? ഇല്ല, ഇനി വേണം ഇവിടെ. ഇനി ഇട്ട് നോക്കാം. ഞാൻ സേവ് ചെയ്തുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ചേട്ടൻ ഉപ്പിടുമായിരുന്നോ? ഉപ്പ് അല്ലെങ്കിൽ ഞാൻ ഓർത്തിട്ടേ. കുറച്ച് നേരം കൊണ്ട് തേടുകയാണ് എവിടാന്ന്. ഉപ്പ് എവിടാന്ന് കണ്ടെത്തിയിട്ടില്ല. ഒളിപ്പിച്ച് വെച്ചേക്കാണ് മനുഷ്യനെ പണി തരാനായിട്ട്. ഉപ്പൊരിച്ചിരി കൂടിയോന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടാ. ചെറുതായിട്ട്. ചിലപ്പോ അത് മനഃപൂർവ്വം കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ. പിന്നെ ഈ ജോലി തലേ വരാതിരിക്കാൻ വേണ്ടി ഒന്ന് കുളമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടല്ലോ. ഇനി എന്നോട് ഇത് ചെയ്യാൻ പറയില്ലല്ലോ. എന്നാലും ഉപ്പുമാവെന്ന് നമുക്ക് ഇനി വിളിക്കാം. പിന്നെ ഉറപ്പായിട്ടും വിളിക്കാം. ഭംഗിയില്ലേ കാണാൻ? യെസ് ഓഫ് കോഴ്സ്. ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് അല്ലേ? ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്താൽ മതി. നേരത്തെ ഭയങ്കര ചിരിച്ചൊക്കെ നിന്നെങ്കിലും ഉണ്ടല്ലോ, ചെറിയൊരു മുഖത്തൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ആ ചിരിയൊക്കെ ഒന്ന് നല്ല തെളിഞ്ഞ ചിരിയായി. കാരണം ഔട്ട് നന്നായിട്ട് വന്നല്ലോ. അതെ, വിചാരിച്ച പോലെ കുഴഞ്ഞില്ലല്ലോ. അടിയൊന്നും പിടിച്ചില്ലല്ലോ അല്ലേ? ഇല്ല. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോ അറിയാം സ്ഥിരം ഇനി ഈ പണി തലേ വരുമോ ഇല്ലയോ. അതാ ഇതൊരു പണിയാ. അത് മാത്രമേ റിസ്ക് ഉള്ളൂ. കഴിഞ്ഞില്ലേ? യെസ്. നോക്കട്ടെ. വാ, ട്രൈ ചെയ്തു. ട്രൈ ചെയ്യാൻ നമുക്ക് അവിടെ പോയി അവരാദ്യം ട്രൈ ചെയ്യട്ടെ. എല്ലാരും ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം ഞാൻ ട്രൈ ചെയ്യുന്നു. ആരൊക്കെ എന്നോട് കുക്ക് ചെയ്യാൻ പറഞ്ഞത്? അവരൊക്കെ വരും. എല്ലാരും കഴിപ്പിച്ചിട്ടേ ഞാൻ ഇവിടെ തോന്നുന്നു. നോക്കട്ടെ ചേട്ടാ. യെസ്. ആ ചേട്ടാ, ഓ കാണാക്ക ലുക്ക് ആയിട്ടുണ്ട്. സോ ദാ ചേട്ടന്റെ സോൾട്ട് മാംഗോ ട്രീ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പോവാം. അവർക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. പിടിക്കേ, മുമ്പേ അങ്ങോട്ട് നടക്കുക. പോരാ. ഓക്കെ, സന്തോഷമായോ? കാരണം ഉപ്പുമാവ് ശരിക്കും ഉപ്പുമാവിന്റെ പരുവത്തിൽ തന്നെ വന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ? ചേട്ടൻ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ചേട്ടൻ ഇച്ചിരി ജാടെ ആറ്റിറ്റ്യൂഡിലിരിക്കുന്നു. ഞാൻ ഫിനിഷ് ചെയ്തു. എല്ലാരും മുന്നിലോ ടേസ്റ്റ് ചെയ്ത് നോക്ക്. കഴിച്ചില്ല, നന്നായിട്ട് കഴിക്കും. ഇഷ്ടായോ? ഓക്കെ, അമ്മ കഴിച്ചോ? കഴിച്ചോ? ഓക്കെ, ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്യാം. കറക്റ്റ് വേവ് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. രക്ഷപ്പെട്ടു. ഈ ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ് നമുക്ക് കുറച്ചും കൂടെ കളറാക്കാം. നമ്മുടെ സൂര്യ കോമഡി ഫൺ ഫാമിലി ടീമിന്റെ നല്ല എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഞാൻ നിങ്ങൾക്ക് തട്ടെ. ഹാപ്പി ഓക്കെ, പക്ഷെ ഒരു ചെറിയ ക്ലോസ് ഉണ്ട് അതിനകത്ത്. അതായത് ചേട്ടൻ ഇനി കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി അടുത്ത സെഷൻ ഞാനും ചേച്ചിയും തമ്മിലാണ്. നമ്മുടെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനും ലക്ഷ്മി ചേച്ചിയും കൂടെ ആയിട്ട് ഒരു ചെറിയൊരു ഗെയിം സെഷൻ ഉണ്ട്. ആ ഗെയിം സെഷനിൽ ചേച്ചി ജയിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ നേരത്തെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് ഞാൻ കൂടെ തരാം. ഈ അവസരത്തിൽ ചേട്ടൻ എന്താ പറയാനുള്ളത്? ഓൾ ദി വെരി ബെസ്റ്റ്.
ജയിച്ചു ആ മോളെ അത്രേ പറയുള്ളൂ. താങ്ക് യു. അതെ എനിക്കൊരു പണി തന്നു, അതെ. ഇനി കുറച്ച് പണി നിനക്കിരിക്കട്ടെ. അതെ, ഞാൻ അങ്ങോട്ട് മാറി ഇരുന്ന് കണ്ടോളാം. അപ്പോൾ നമ്മുടെ എക്സ്ക്ലൂസീവ് ഗിഫ്റ്റിന് വേണ്ടിയുള്ള ഒരു ഗെയിം സെഷൻ ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ലക്ഷ്മി ചേച്ചി ready അല്ലേ? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ രണ്ടുപേരും തമ്മിലാണ് ഗെയിം സെഷൻ നടക്കാൻ പോകുന്നത്. ബിഫോർ ദാറ്റ് ഏത് ഗെയിം വേണമെന്ന് നമുക്ക് ചൂസ് ചെയ്യണ്ടേ? അതിനാണ് ഈ ഗെയിം കാർഡ്സ്, 3 ഗെയിം കാർഡ്സ് ഉണ്ട്. ഇതിനകത്ത് നിന്ന് ചേച്ചി ഒരു ഗെയിം കാർഡ് ചൂസ് ചെയ്യും. ആ ഗെയിമാണ് നമ്മൾ രണ്ടുപേരും കൂടെ കളിക്കാൻ പോകുന്നത്. ചൂസ് ചെയ്യും ഏത് വേണം. എല്ലാം എളുപ്പമുള്ള ഗെയിം ആയിരിക്കുമല്ലോ. അതെ, ഏറ്റവും എളുപ്പമുള്ള ഒരെണ്ണം തന്നെ ചേച്ചി എടുക്കാം. ഞാനും പ്രാർത്ഥിക്കാം. ശരാ. ഓക്കെ, ഓ മൈ ഗോഡ്, ഇതാണ് ലക്ഷ്മി ചേച്ചി ചൂസ് ചെയ്തിരിക്കുന്നത്. കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഈ ഗെയിമാണ് കളിക്കേണ്ടത്. ബാക്കി 2 ഗെയിം കാർഡ്സിലും എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണെന്നറിയാൻ എനിക്കും നോക്കാം. ഓക്കെ, ഇതാണ്. ഇതൊന്നും ഒരു പേപ്പർ ആൻഡ് ഗ്ലാസ് വെച്ചിട്ടുള്ള ഒരു ഗെയിമാണ്. ആൻഡ് അടുത്തത് ഏതാ? പെൻസിൽ ആൻഡ് കളർ പെൻസിൽ അല്ല, കളർ പെൻസിൽ വെച്ചിട്ട് ഉള്ള ഒരു ഗെയിമാണ് വിത്ത് ഗ്ലാസ്. സോ നമ്മൾ ചൂസ് ചെയ്തത് ഇതാണ്. അപ്പൊ നമുക്ക് ഇത് കളിക്കാം. ടെൻഷൻ ഉണ്ടോ? ഇച്ചിരി ടെൻഷൻ ഉണ്ടോന്ന് ചോദിക്കുന്നെങ്കിലും ക്ലോസ് ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഏറ്റവും ചേച്ചി ഭയങ്കര ചിരിച്ച് വൻ ചില്ലായിട്ട് നിൽക്കുകയാണ്. ഭയങ്കര കോൺഫിഡന്റ് ആണെന്ന് തോന്നുന്നില്ല. പൊതുവെ എങ്ങനെ ഭയങ്കര കോൺഫിഡന്റ് ആണോ? അങ്ങനെയൊന്നുമില്ല, ബട്ട് ഐ ക്യാൻ ഹാൻഡിൽ എന്നുള്ളൊരു വിശ്വാസം ഉണ്ട്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി ഗെയിം സെഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഗെയിം സെഷന് വേണ്ടിയിട്ട് പ്രോപ്പർട്ടീസ് വേണം. സോ പ്രോപ്പർട്ടീസ് ഒക്കെ അറേഞ്ച് ചെയ്യാം നമുക്ക്. സോ നമ്മുടെ ഗെയിം പ്രോപ്പർട്ടീസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഗെയിം കാർഡ് ചൂസ് ചെയ്ത ഗെയിമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ കളിക്കുന്നത് എന്നുള്ളത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മൾ ഈ പ്ലേറ്റ് എടുക്കുക, കയ്യിൽ ഹോൾഡ് ചെയ്യുക. ദെൻ ഇത് മൊത്തത്തിൽ 5 എണ്ണം, 1 2 3 4 5 5 എണ്ണം ഉണ്ട്. അപ്പോൾ ഇത് ഓരോന്നും ഇതിൻ്റെ മേളിലായിട്ട് പ്ലേസ് ചെയ്യണം, വീഴാതെ 5 എണ്ണം മുകളിൽ പ്ലേസ് ചെയ്യണം. ഞാൻ 5 എണ്ണവും പ്ലേസ് ചെയ്യുന്നില്ല, ബിക്കോസ് എനിക്ക് അത്രയും കോൺഫിഡൻസ് ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഗെയിം ഡെമോ. മനസ്സിലായില്ല? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണം. സിമ്പിൾ അല്ലേ? സിമ്പിൾ ടു സീ ബട്ട് ടു ഡു ഈസ് ഡിഫിക്കൽട്ട്. അതെ അത്രേ ഉള്ളൂ. അപ്പോൾ ദാ നമ്മുടെ ഗെയിം ആസ് യൂഷ്വൽ കൈതാ വിറച്ചു തുടങ്ങിയിട്ടുണ്ട്. ദൈവമേ. അപ്പോൾ നമുക്ക് ഗെയിം കളിക്കാം. അപ്പോൾ ഇതിനകത്ത് വിന്നറിനെ എങ്ങനെയാണ് തീരുമാനിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരാൾ കളിക്കുമ്പോൾ ടൈമർ സെറ്റ് ചെയ്യും. സെക്കൻഡ് ആൾ കളിക്കുമ്പോഴും ടൈമർ സെറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ ടൈമർ നോക്കിയിട്ട് ഏറ്റവും വേഗം ഫിനിഷ് ചെയ്തത് ആരാണോ കമ്പാരിറ്റീവ്ലി അയാളാണ് വിന്നർ. അപ്പോഴാണ് എന്ത് കിട്ടുക? എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് കിട്ടുക. ഓക്കെ, സോ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ആര് സ്റ്റാർട്ട് ചെയ്യും? ശ്രീനിധി ചെയ്തോളൂ. ചെയ്യട്ടെ? ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ചെയ്യട്ടെ എങ്കിൽ ആദ്യം? അല്ല, എന്തായാലും നമ്മൾ ആരെങ്കിലും ഒരാൾ എന്തായാലും കളിക്കണം. അപ്പൊ ശരി, ഞാൻ തന്നെ ചെയ്യാം. അപ്പോ ടൈമർ ഉണ്ട്. ടൈമർ ഞാൻ ചേച്ചിയുടെ തന്നേക്കാം. ഇവിടെ ഒരു ബസർ ഉണ്ട്. ബസർ അടിക്കുന്ന സമയത്ത് ഇവിടെ സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യാം. ഓക്കെ.